ദേവരാജ മാസ്റ്റർ ഇഷ്ട പിന്നണി ഗായിക പി സുശീലാമ്മയായിരുന്നു. പിന്നീട് മാധുരി അമ്മയും. മലയാളികളുടെ എല്ലാം ഇഷ്ട ഗായിക എസ് ജാനകി എന്തുകൊണ്ട് അധികം ഗാനങ്ങൾ ദേവരാജ മാസ്റ്റർക്ക് വേണ്ടി പാടിയിട്ടില്ല? ഈ കാര്യം ഇന്നും ഒരു വിസ്മയമായി നിലനിൽക്കുകയാണ്. ദേവരാജ മാസ്റ്റർ വളരെ കുറച്ച് ഗാനങ്ങൾ ജാനകിയമ്മ പാടിയിട്ടുണ്ട്. ചിത്രമേളയിലെ മതം പൊട്ടിച്ചിരിക്കുന്ന മാനം, അതുപോലെ മിണ്ടാപ്പെണ്ണ് എന്ന ചിത്രത്തിലെ പൂമണിമാരൻ്റെ കോവിലിൽ എന്നിവയെല്ലാം ഉദാഹരണം പറയാം. യക്ഷി എന്ന ചിത്രത്തിലെ ചന്ദ്രോദയത്തിലെ ഇങ്ങനെ വളരെ നല്ല ഗാനങ്ങൾ ജാനകിയമ്മ പാടിയിട്ടുണ്ട്. ദേവരാജ മാസ്റ്റർക്ക് ജാനകിയമ്മ തൻ്റെ സംഗീതത്തിൽ പാടിയ ഗാനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം 1970 ഉറൂബിൻ്റെ കഥയെ ആസ്പദമാക്കി സേതുമാധവൻ സാർ സംവിധാനം ചെയ്ത മിണ്ടാപ്പെണ്ണ് എന്ന ചിത്രത്തിലെ അമ്പാടി പൈതലേ അൻപിൻ്റെ കാതലേ കാരുണ്യം പെയ്യുന്ന കാർമുകിലേ അമ്പാടി പൈതലേ കരളാകുമവിൽ പൊതി കാൽ തളിരിണയിൽ കാണിക്ക വയ്ക്കാം ഞാൻ കണ്ണ നീ അതു നുകരുകിൽ സഫലം ജന്മം നീലക്കാർമുകിൽ വർണ്ണ കണ്ണ അമ്പാടി പൈതലേ അൻപിൻ്റെ കാതലേ കാരുണ്യം പെയ്യുന്ന കാർമുകിലേ അമ്പാടി പൈതലേ എന്നുള്ളിലുയരുന്ന പാപങ്ങൾ ഹനിക്കുവാൻ എഴുന്നള്ളു നീ ചക്രധാരി കായാമ്പു വർണ്ണനിൻ കരുണതൻ കണികയ്ക്കായി കാത്തിരുപ്പാണീ ചകോരി കണ്ണാ അമ്പാടി പൈതലേ അൻപിൻ്റെ കാതലേ കാരുണ്യം പെയ്യുന്ന കാർമുകിലേ അമ്പാടി പൈതലേ. വിശ്വനാഥൻ രാമമൂർത്തിമാരുടെ സഹായികളായിരുന്നു ശങ്കർ ഗണേശ്. ഹിന്ദിയിൽ ശങ്കർ ജയകൃഷ്ണൻ എന്ന പേരിൽ വളരെ പ്രശസ്തനായ ഒരു സംഗീത സംവിധായകനുണ്ടായിരുന്നതുകൊണ്ട് അതേപോലെ ശങ്കർ ഗണേശ് എന്ന പേരിൽ ഒരു ഇരട്ടകളായി എന്തുകൊണ്ട് തമിഴിൽ നമ്മൾക്കും ചെയ്തുകൂടാ എന്നൊരു തീരുമാനമായിരിക്കണം ശങ്കർ ഗണേഷ്മാരെ സ്വതന്ത്ര സംഗീത സംവിധായകരായി 1964 മഹാരാശി എന്ന ചിത്രത്തിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നിർമ്മാതാക്കൾ തയ്യാറായത്. എന്തായാലും അവരുടെ ഒരു ടെക്നിക്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ ശങ്കർ മെലഡി പോർഷൻ ചെയ്യുകയും ഗണേഷ് റിതം സൈഡ് നോക്കുകയും ചെയ്യും. അങ്ങനെ വളരെ യൂത്ത്ഫുള്ളായ പല ട്യൂണുകളും ആ സമയത്ത് പ്രേക്ഷകർക്ക് ലഭിക്കുകയുണ്ടായി. MGRന്റെ സ്ഥിരം സംഗീത സംവിധായകരായി ആ സമയത്ത് KV മഹാദേവനും MS വിശ്വനാഥനുമെല്ലാം ഉണ്ടായിരുന്നെങ്കിലും MGRന്റെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ശങ്കർ ഗണേശനും ഷൈൻ ചെയ്യാൻ പറ്റിയത്. പല ഹിന്ദി ഗസലുമായും പല ഹിന്ദി സിനിമാ ഗാനങ്ങളുമായും ഇവർ ചെയ്യുന്ന പാട്ടുകൾക്ക് സാമ്യമുണ്ട് എന്ന വിമർശനങ്ങളെല്ലാം ഉയർന്നുവെങ്കിലും നിർമ്മാതാക്കൾക്ക് ഇവരെന്നും പ്രിയപ്പെട്ടവരായിരുന്നു. അതിനൊരു പ്രത്യേക കാരണം ഇവർ റെമ്യൂണറേഷൻ്റെ കാര്യത്തിൽ അങ്ങനെ കടുംപിടുത്തം പിടിച്ചവരായിരുന്നില്ല. ശങ്കർ നമ്മളെ ഇപ്പോൾ വിട്ടുപോയി എങ്കിലും ഗണേഷ് ഇപ്പോഴും തൻ്റെ സുഹൃത്തിൻ്റെ പേര് തന്നോട് ചേർത്ത് ശങ്കർ ഗണേഷ് എന്ന പേരിൽ തന്നെ സംഗീത സംവിധാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. നാനേൻ പുരന്തൻ എന്ന ചിത്രത്തിലെ TMS പാടിയ മനോഹരമായ ഗാനം നമുക്കൊന്ന് കേൾക്കാം. ഞാൻ പാടും പാടൽ നലമാക വേണ്ടും നലമാക വേണ്ടും
நான் பாடும் பாடல் நலமாக வேண்டும், இசை வெள்ளம் நதியாக ஓடும், அதில் இளநெஞ்சம் படகாக ஆடும். நான் பாடும் பாடல் நலமாக வேண்டும், இசை வெள்ளம் நதியாக ஓடும், அதில் இளநெஞ்சம் படகாக ஆடும். கண்ணம் தாழம் பூவில் காணும் பொன் வண்ணம், நாடு வாழும் தோகை பூங்கண்ணம். எங்கே நான் என்று தேடட்டும் என்னை சிந்தாத முத்தங்கள் சிந்த, எங்கே நான் என்று தேடட்டும் என்னை சிந்தாத முத்தங்கள் சிந்த. அவளெந்தன் மனமேடை தவைகின்ற பனிவாடை, அவளெந்தன் மனமேடை தவைகின்ற பனிவாடை, காலம் கொண்டாடும் கவிதை மகள், கவிதை மகள். நான் பாடும் பாடல் நலமாக வேண்டும், இசை வெள்ளம் நதியாக ஓடும், அது இளநெஞ்சம் படகாக ஆடும். நாதத்தோடு கீதம் உண்டாக, தாளத்தோடு பாதம் தள்ளாட, வந்தால் பாடும் என் தமிழுக்கு பெருமை, வாராதிருந்தாலோ தனிமை. வந்தால் பாடும் என் தமிழுக்கு பெருமை, வாராதிருந்தாலோ தனிமை. நிழல் போலும் குழலாட தளிர்மேனி எழுந்தாட, நிழல் போலும் குழலாட தளிர்மேனி எழுந்தாட, அழகே உன் பின்னால் அன்னம் வரும், அன்னம் வரும். நான் பாடும் பாடல் நலமாக வேண்டும், இசை வெள்ளம் நதியாக ஓடும், அதில் இளநெஞ்சம் படகாக ஆடும்.